മുറാഖബ, മുഷാഹദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കാണുന്ന ഒരു മട്ടത്തിലായിരിക്കും അവരുടെ ഇബാദത്ത് ഉണ്ടാവുക. ക്ലാസ്സിലിരിക്കുമ്പോഴും, ക്ലാസ് കേൾക്കുമ്പോഴും, ക്ലാസ് എടുക്കുമ്പോഴും, ദർശനം നടത്തുമ്പോഴും മുഴുവൻ മൂപ്പരുടെ ഒരു ഏരിയ അങ്ങനെ ആയിരിക്കും. മുഴുവൻ ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ മൂപ്പർക്ക് മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹു, മോനെ നീ ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹിനെ അങ്ങോട്ട് കാണുന്ന പോലെ ചെയ്യണം. പിന്നെ ഫഇല്ലം തകുൻ തറാഹു, നീ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടില്ലെങ്കിലും മിനിമം ക്വാളിറ്റി ആയ +2 എന്തായാലും വേണം. അതേതാ? ഫഇന്നഹു യറാക, അല്ല നിന്നെ കാണുന്നുള്ള അത് ഒഴിവാക്കരുത് കേട്ടോ. അല്ല നിന്നെ കാണുന്നുള്ളത് എപ്പം വേണോ? നീ ശരിക്ക് ഡിഗ്രിയും കൂടി പാസ്സാവേ വേണ്ടത്. അതേതാ? അള്ളാഹിനെ അങ്ങോട്ട് കാണണം. അതിപ്പം കിട്ടിയാലും ഇല്ലെങ്കിലും മറ്റേത് ഉണ്ടാവണം കേട്ടോ. എന്ന് പറഞ്ഞാൽ വൈലത്തൂരിലൂടെ ഒരു 3 ചെറുപ്പക്കാർ ബൈക്ക് എടുത്തിട്ട് പോകുന്നു. അത് തെറ്റാണ്. 3 ആൾ കയറാൻ പാടില്ല. ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല, 2ാമത്തെ തെറ്റാണ്. 3 ആൾക്കും ഹെൽമെറ്റ് ഇല്ല, 3ാമത്തെ തെറ്റാണ്. ബൈക്കിനാണെങ്കിൽ മിററും ഇല്ല, കണ്ണാടിയും ഇല്ല, 4ാമത്തെ തെറ്റാണ്. അവരാണെങ്കിൽ ട്രാഫിക്കിൻ്റെ നിയമം മുഴുവൻ തെറ്റിച്ചിട്ടാണ് പോകുന്നത്. 5 ഹോൺ കൊണ്ട് ശബ്ദം അടക്കുന്ന, ചെവി അടക്കുന്ന സൗണ്ടാണ്. 6 അവരാണെങ്കിൽ എന്തെല്ലാം കുരുത്തക്കെടാ കളിച്ചുകൊണ്ടിരിക്കുന്ന. 7 പക്ഷെ ഇത് മുഴുവനും ബേക്കിലുള്ള പോലീസ് ജീപ്പിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. കളിക്കട്ട് ഏതായാലും താനൂർ ഭാഗത്തേക്ക് അത് കാണാലോ. എത്ര പേര് ഇവരോട് നോക്കണം. ഈ കുതിരക്കളി പോലീസുകാർ അങ്ങോട്ട് കണ്ടുകൊണ്ട് ഒന്നും നിൽക്കാൻ പോകുന്നില്ല. നിൽക്കോ? ഇല്ല. എന്തു വേണം? ഒരിക്കലും മിറർ ഇല്ലാത്തതുകൊണ്ട് പോലീസിനെ ഇങ്ങോട്ട് കാണുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഓരോ കളി നിൽക്കുകയൊന്നും ചെയ്യില്ല. അതെ, എന്ന പോലെ നമ്മൾ ഈ കുതിരക്കളിയൊക്കെ നിർത്തണമെങ്കിൽ അള്ള ഇങ്ങോട്ട് കണ്ടാൽ പോരാ. അള്ള ഇങ്ങോട്ട് കാണാത്തതുകൊണ്ട് ഇവിടെ കള്ളുടിയന്മാർ കള്ളുടിക്കുന്നു. അല്ല, അള്ള ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയണം. അതിനൊരു ചെറിയ മിറർ വേണം. അത് നമ്മുടെ കൽബ് നന്നാവണം എന്നതിൻ്റെ അർത്ഥം. എന്നാലേ ആ ബോധ്യം നമുക്ക് ഉണ്ടാവും.